ഈ അമ്മായിമ്മമാർ മരുമക്കളെ ഉപദ്രവിക്കുന്ന കഥകൾ പണ്ടേ മുതൽ നമ്മൾ കേൾക്കുന്നതാണല്ലേ. അപ്പോൾ ഞാൻ ഈ ഹീലിംഗ് പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. മഹാകാളി ഹീലിംഗ് 25 വർഷമായിട്ട് ഞാൻ റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്ററാണ്. റേക്കി ഇഷ്ടംപോലെ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, അതിൻ്റേതായ തലത്തിൽ നിന്നുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആ ലെവലിലല്ല, നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവലിൽ ഈ മഹാകാളി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സിദ്ധി കിട്ടിയ ശേഷം നമ്മൾ അത്തരം കാര്യങ്ങളാണ്. മുമ്പ് ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു പ്രേതബാധയും ശത്രുബാധനയൊക്കെ പിടിക്കൽ. ഇപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഹീലിംഗ് ഞാൻ ചെയ്യാറില്ല. ഫിസിക്കൽ ലെവലിലുള്ള ഹീലിംഗേ എടുക്കാറില്ല. കാരണം ഇതിൻ്റെ കാതലാണ്. ഇതിനെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡി തനിയെ ശരിയായിക്കോളും. അതൊരു തത്വമാണ്. ഒന്നും ചെയ്യണ്ട, തനിയെ ശരിയാവും. നമുക്ക് എല്ലാവരുടെ ബോഡിക്കും ഇതേപോലെ സ്വയം ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ ഈ അമ്മായിമാരുടെ കഥകൾ ഇപ്പോൾ ഞാനിപ്പോൾ 2 വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ 3ാമത്തെ വീഡിയോ എന്ന് തോന്നണം. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് ഇതുപോലെ മരുമക്കളെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് ഇതുപോലെ കൂടോത്ര മന്ത്രവാദം പരിപാടികൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പേരൊന്നും ഞാൻ പറയാനില്ല. വെളിയിൽ ജോലി ചെയ്യുന്ന 2 പെൺകുട്ടികളാണ്, ചേച്ചി എത്തി. അവർ രണ്ടുപേരും തുടക്കം മുതലേ ഇന്ന് വരെ ഇന്നലെ കൂടി വന്ന് ഹീൽ ചെയ്ത് പോയുള്ളൂ. എനിക്ക് തോന്നുന്നത് നിരവധി പ്രാവശ്യം എടുത്ത് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ചെയ്യാൻ പറ്റും. എനിക്ക് ബാധകളെ മാറ്റി കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ബോഡിയിലുള്ള സാധനത്തിൻ്റെ അടുത്ത് റിലീസ് ചെയ്ത് ലൈറ്റിലോട്ട് പറഞ്ഞേക്കാം, അതിൻ്റെ കാര്യം അവസാനിച്ചു, അതിനി വരില്ല. പക്ഷേ ഈ ശത്രു വീണ്ടും നിങ്ങൾ ബാധനയച്ചാൽ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഞാൻ എടുത്ത് മാറ്റേണ്ടി വരും. കാരണം ഈ തിരിച്ച് ഈ ബാധന എടുത്ത് അങ്ങോട്ടേക്ക് പ്രയോഗിക്കുന്ന പരിപാടി എനിക്കറിയാനും പാടില്ല, ഞാൻ ചെയ്യുകയില്ല. ഇനിയിപ്പോൾ എനിക്കറിയാമെന്ന് വിചാരിക്കും, ഞാൻ ചെയ്യില്ല. കാരണം കർമ്മം ഉണ്ടാക്കുന്ന പണിയാണ്. അതുകൊണ്ട് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അത്തരം വിഷയങ്ങളാണ് ഞാൻ എടുത്ത് മാറ്റി കൊടുക്കുന്ന പരിപാടി മാത്രമേ ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് ഇവരും ആ ഒരു പാതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർക്കും കർമ്മം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരും അത് വരുമ്പോൾ എടുത്തെടുത്ത് മാറ്റി പോകുന്ന ആൾക്കാരാണ്. എത്ര നാൾ ഞാനത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ ചേച്ചിയും വന്നു, അനിയത്തിയും വന്നു. ഒരേപോലെ ഈ ശത്രുബാധ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെങ്കിലും സംഭവിച്ചെന്നൊരു കഥ അവർക്ക് 2 പേർക്കും അറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഈ മൂത്ത കുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി, ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയി വെളിയിലോട്ട് പോയി, പുറത്തേക്ക് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഇവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർ കൈക്കലാക്കുകയും അവരതെല്ലാം വിൽക്കുകയും ചെയ്തു. അവർ വീട് പണിക്കും ഒക്കെ ആയിട്ട് ആ ക്യാഷ് എടുക്കുകയും അത് വിറ്റിട്ട് എന്തോ സ്ഥലം മേടിക്കുകയോ വീട് മേടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതങ്ങനെ പോയി, ആ ഗോൾഡ് മൊത്തം പോയി. പിന്നെ അത് പുറത്തേക്ക് പോയി അവിടെ ജോലിയെല്ലാം ചെയ്ത് അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ പിന്നെ വീട്ടി. അത് ഈ പെൺകുട്ടി നല്ല മിടുക്കത്തിയാണ്, അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഒരിക്കലും എന്തോ ഒരു സ്വർണ്ണത്തിൻ്റെ കാര്യം ചോദിച്ചു, എന്തോ അമ്മായിയമ്മയായിട്ട് ഈ കുട്ടി സംസാരിച്ച സമയത്ത് അവർ വളരെ മോശമായ രീതിയിൽ ഇതിനോട് ബിഹേവ് ചെയ്തപ്പോൾ എന്തോ ഇതിന് ദേഷ്യം കയറിയപ്പോൾ ഈ കുട്ടി എന്തോ പറഞ്ഞു. അധികം പ്രായമൊന്നുമുള്ള കുട്ടിയൊന്നുമല്ല, ചെറിയ കുട്ടി തന്നെയാണ്. അപ്പോൾ അന്ന് മുതൽ ഇവർക്ക് ഭയങ്കര വൈരാഗ്യമായിട്ട് ഈ മരുമോള ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഇവർ മാന്ത്രികൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ ബ്ലാക്ക് മാജിക് ചെയ്തു. അപ്പോൾ ഈ കുട്ടിയുടെ അനിയത്തിയുണ്ട്. ഈ അനിയത്തി കുട്ടി ഇത് കുറച്ചും കൂടി ഒരു സ്മാർട്ടാണ്. ആ കുട്ടി ഇത് കണ്ടുപിടിച്ച് ഇതിങ്ങനെയാണ്, ആരുടെ അടുത്താണ് പോയി ചെയ്യുന്നതെന്ന് ആളെ വരെ കണ്ടുപിടിച്ചു. ഇന്ന സ്ഥലത്താണ് പോയി ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 പേരും കൂടിയും അവിടെ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി അവിടെ അയാളുമായിട്ട് ആർഗ്യുമെൻ്റൊക്കെ ഏർപ്പെട്ടു. ആ പ്രായത്തിൽ അവർക്ക് അത്രയല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോയി എന്തുണ്ടാവും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവർക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ എന്തും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ്. അവർക്ക് ഒന്നും മുന്നും പിന്നും നോക്കാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ. അതിനുശേഷം നിരവധി പ്രാവശ്യം ഇതുപോലെ ഈ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടിട്ട് ഈ കുട്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഞാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ ഈ മഹാകാളിയും തുടങ്ങിയ സമയത്ത് വന്ന ആളാണ്. ഇന്നും ആ കുട്ടി എൻ്റെ അടുത്ത് വരാറുണ്ട് ഇടക്കിടക്ക്. കാരണം അതൊരു എൻഡ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ ഒരു 3 മാസത്തേക്ക് ഓക്കെയാണ്, കുഴപ്പമുണ്ടാവില്ല. അത് കഴിയുമ്പോൾ വീണ്ടും ചെയ്യും. അപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ വീണ്ടും കല്ലെടുത്തെറിയും. അതായത് വീണ്ടും ഈ ബ്ലാക്ക് മാജിക് ചെയ്യും. ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ ഈ അനിയത്തിനെയും അവർ ഉപദ്രവിക്കും. കാരണം അനിയത്തി ഇതുപോലെ അവരുടെ അടുത്ത് എന്തോ മോശമായിട്ട് ഈ കാര്യം ചോദ്യം ചെയ്തു. നിങ്ങളിങ്ങനെ ചെയ്യണില്ലേ, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അനിയത്തിക്കും കൊടുക്കും, ഈ കുട്ടിക്കും കൊടുക്കും. ഈ കുട്ടിയുടെ 2 കുട്ടികളുടെയും അച്ഛനും അമ്മയുണ്ട് നാട്ടിൽ, അച്ഛനും അമ്മക്കും കൊടുക്കും. അവർക്കും എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളാണ്. വണ്ടി ആക്സിഡൻ്റ് ആവൽ, രോഗിയായിട്ട് കിടക്കൽ, തലയും കുത്തി വീഴൽ, കാലൊടിയൽ, കൈയൊടിയൽ, അങ്ങനെ ഒരു സീരിയൽ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ സീരിയലിൻ്റെ കഥ പോലെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് ദേഷ്യം കയറി എടുത്താ സീരിയൽ കഥ എന്ന് ഞാനങ്ങനെ ഒരു പ്രാസ്തോപ്പിച്ച് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതൊരു ഞാൻ തന്നെ ആലോചിക്കും, ഇതൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഒരു സത്യം തന്നെയാണോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ
നമ്മുടെ റീഡിങ്സിലാണെങ്കിലും നമ്മൾ വേറെ ആളുടെ പോയിട്ട് റീഡിങ്സ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്നുള്ള മട്ടിൽ വീണ്ടും വീണ്ടും പലയിടത്തും പോയിട്ട് റീഡിങ് നോക്കുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞ സെയിം പാറ്റേണാണ്, സെയിം സാധനമാണ് പറഞ്ഞത്. ഒരാൾക്കും മറിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഇന്നലെ ഞാൻ ഹീലിംഗ് ചെയ്തു, 2 പേരുടെ ഹീലിംഗ് ഒരേ ദിവസം തന്നെ ചെയ്തു. അപ്പോൾ അത് ചെയ്തിട്ട് വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഈ നമ്മുടെ ഈ തലയിൽ കൂടി ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് ഈ ഹാർട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇറക്കിയിട്ട് വടി പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കുറേ സമയം ഇരിക്കേണ്ട വന്നു. എനിക്ക് നനങ്ങാൻ പോലും പറ്റിയില്ല. കാരണം ഈ ബാധ നമ്മുടെ മയത്തോട്ട് കയറി, ശരീരത്തോട്ട് കയറി. അത്ര റിസ്ക്കുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. മഹാകാളിയിലിംഗ് എന്നെ വിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അതേപോലത്തെ റിസ്ക്കുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നത് വെച്ച് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മൾ സയൻസ് പഠിച്ചിട്ടില്ലേ, ഒരു എനർജീനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളുടെ ബോഡിയിലേക്ക് വരും. നമ്മളുടെ ബോഡിയിൽ നിന്ന് ഇവിടുന്ന് ലൈറ്റിലേക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ദേവിയാണ് ചെയ്യുന്നത്, ഞാനല്ല, ദേവിയാണ്. അപ്പോൾ ആ ദേവി അതിൻ്റെ ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം എൻ്റെ ബോഡിയിൽ ഇത് നിൽക്കില്ല. എന്ത് നെഗറ്റീവ് വന്നാലും എൻ്റെ ബോഡിയിൽ ഒരു സമയം കഴിയുമ്പോൾ വിട്ടുപോകും, തനിയെ വിട്ടുപോകും. അങ്ങനത്തെ ഒരു കഴിവ് എനിക്ക് ദേവി തന്നിട്ടുണ്ട്. അതല്ലേ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ബാധന മുഴുവൻ എൻ്റെ ശരീരത്തിൽ വലിച്ചേറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ഇരിക്കും. ഇപ്പോഴും ഞാൻ എന്നോ ഇരിക്കണം, നോക്കൂ, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ പക്ഷേ കുറേ സമയം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ദക്ഷിണയൊക്കെ വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, അത് ദേവി പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങുന്നത്. ആ വാങ്ങുന്നത് ഇതേപോലെ ഇത് വളരെ റിസ്ക്കുള്ള ജോലിയാണ്. 1. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഊർജ്ജവിനിമയം വെച്ചിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ മുഖത്ത് നിന്ന് അത് ഈസി ആയിട്ട് വേഗത്തിൽ വിട്ടുപോകുള്ളൂ. അല്ലെങ്കിൽ ഞാനും കൊണ്ട് കുറേ നാൾ നടക്കേണ്ട വരും. പണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഫ്രീ ആയിട്ട് ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ആ ബാധ, ഇതേപോലത്തെ ബാധ, ഈ കമ്പി കുത്തി കയറ്റിയ പോലത്തെ ബാധ പണ്ട് കയറിയിട്ടുണ്ട്. അത് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ അന്ന് വല്ലാണ്ട് സംഭ്രമമായി പോയി. കാരണം എനിക്കിത് എങ്ങനെ ഇറക്കിക്കളയെന്ന് അറിയാൻ പാടില്ല. എനിക്കന്ന് ഒരു രക്ഷയില്ലാണ്ട് ഞാൻ നടന്നു. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ചീത്ത പറയും. നമ്മളിനി എന്തിനു വേണ്ടത്ത പണിക്ക് പോയി എന്നല്ലേ ചോദിക്കൂ. ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, സാറേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സാധനം പെട്ടെന്ന് കയറി എനിക്ക് കഴുത്തൊന്നും തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ അത് ആക്ച്വലി ഒരു അലിവ് തോന്നിയിട്ട് ചെയ്തു കൊടുത്താണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ഇത്രയൊന്നും പവറൊന്നും ആയിട്ടില്ല, ഇത്രയൊന്നും കഴിവൊന്നും കിട്ടിയിട്ടില്ല. അതിന് മുമ്പത്തെ കഥയാണ്. പക്ഷെ എന്നാലും അന്ന് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എപ്പോഴും എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂ ആയിരുന്നു. ഈ നെഗറ്റീവ് വന്ന് എൻ്റെ ബോഡിയിലേക്കും എൻ്റെ ബോഡിയിൽ നിന്ന് പോകില്ല. അപ്പോൾ കുറേ നാൾ ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രാക്ടിക്കൽ നോളജ് എനിക്കുണ്ട് ഈ കാര്യത്തിനകത്ത്. അപ്പോൾ ഇത് കുറേ സമയം നിന്നപ്പോൾ എനിക്ക് സംശയമായി, ഇനി ഇത് വിട്ട് പോവോ ഇല്ലേ എന്നുള്ള സംശയമായി. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ജപങ്ങളെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ആവി പോലെ അങ്ങോട്ട് മുകളിലോട്ട് പോയി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു. അപ്പോൾ അത് ഉണ്ടായൊരു അനുഭവമാണ്. അപ്പോൾ ഇതേപോലത്തെ ഉപദ്രവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഈ അമ്മമാരോട് റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ മക്കളായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചെയ്യുക. ഈ മക്കളായിട്ട് കാണുമെന്ന് പറയുമ്പോൾ അവിടെയും വേറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. മക്കൾക്കെതിരെ മാന്ത്രികം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന, ഇനി വേറെ ഒരു പറയാം, അതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അതുകൊണ്ടുണ്ടാകുന്ന ദുരിതം നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ മരുമക്കൾക്കോ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്കുണ്ടാകുമ്പോൾ അതിൻ്റെ കർമ്മമാണ് നിങ്ങളെടുക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയും, പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു പോകില്ല. ചെയ്യുന്ന ആൾ രക്ഷപ്പെടില്ല. ചെയ്യിപ്പിക്കുന്ന ആൾ എന്ന് വെച്ചാൽ ഈ ആൾ ആരാണോ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്, ആ കർമ്മം മൊത്തം നിങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണില്ലാണ്ട് ജനിക്കുന്ന ആൾക്കാർ, കാലില്ലാണ്ട് ജനിക്കുന്ന ആൾക്കാർ, ക്യാൻസർ വന്ന് രോഗിയായിട്ട് എടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എങ്ങനെയാണ് ആലോചിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലത്തെ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇതേപോലെ ജനിക്കേണ്ടി വരിക. ചിലപ്പോൾ ജനിക്കുമ്പോൾ കണ്ണുണ്ടാവില്ല അടുത്ത ജന്മത്തിൽ, സംശയിക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗമായിട്ടായിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ രോഗികളായിരിക്കും. അത്തരം ആൾക്കാരോടൊക്കെ നമുക്ക് ഭയങ്കര സിമ്പതിയൊക്കെ തോന്നും. നിങ്ങൾ ആലോചിച്ച് നല്ലോണം. സിമ്പതിയൊക്കെ തോന്നുമ്പോൾ ചിന്തിച്ചോ, പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ചെയ്ത ആൾക്കാരാണ് ഇങ്ങനെ ജനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത്, ആ ദുരിതങ്ങൾ വിട്ടുപോകാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കർമ്മം ഉണ്ടാക്കാതിരിക്കുക, അത്രയും ഞാൻ പറയുന്നുണ്ട്. കർമ്മം ഉണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഓൺ ലൈഫ് ജീവിക്കുക. മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ വെറുതെ വിടുക ദയവ് ചെയ്ത്. കാരണം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം കേസുകൾ, ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ ആൾക്കാരെ സേവ് ചെയ്യുന്നുണ്ട്. എല്ലാം ദേവിയുടെ അനുഗ്രഹം. പക്ഷേ ഇതിന് കാരണമായിട്ട് നിൽക്കുന്ന ആളുകൾ വീണ്ടും ഉപദ്രവിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രാവശ്യം മാറ്റി കൊടുക്കുന്നു, ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും ഉപദ്രവിക്കുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അങ്ങനെ ചെയ്തൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ
എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഇന്നതാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇത് അവർക്കൊരു മോചനമില്ല. അവർക്കൊരു മോചനമില്ലാതെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ അനുഭവിക്കുന്ന ആൾ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ വേറെ ആൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ കർമ്മ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മായ്മ വീണ്ടും കർമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? എല്ലാം ഒരു ആ പാറ്റേൺ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമ്മളതിനൊരു അവയർനെസ്സിലൂടെ നമുക്കതിനെ തിരുത്താൻ സാധിക്കും, അതിനെ മാറ്റാൻ പറ്റും. ആ ഒരു സാധനത്തിനെ എടുത്ത് കളഞ്ഞ് അതിന് മോചിതനായിട്ട് നടക്കുക, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക. നമുക്ക് ഇനി വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കണ്ട. നമ്മുടെ ജന്മങ്ങൾ ഏറ്റവും കുറവാക്കിക്കൊണ്ട് ഈ ദുരിതത്തിൽ നിന്ന് കരകയറി നമ്മൾ എവിടെ നിന്നാണോ വന്നേക്കണത് അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം. ഈ മോക്ഷ എന്നൊക്കെ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇത് തന്നെയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ മോക്ഷത്തിലേക്കാണ് നമ്മൾ കണ്ണുവെക്കേണ്ടത്. ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അവബോധം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരിക്കലും ചെയ്യില്ല. മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ള സോളുകളെ ഉപദ്രവിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഷ്ടകർമ്മ. അല്ലെങ്കിൽ നിങ്ങൾ കർമ്മ ഉണ്ടാക്കുന്നത് മറ്റുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്നതല്ല കർമ്മ ഉണ്ടാക്കുന്നത്. ഇതാണ് കർമ്മ ഉണ്ടാക്കുന്നതാണ് ദേവി എനിക്ക് എപ്പോഴും പറഞ്ഞു തന്ന കാര്യം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.